മുതലാളി, ഈ ഷാപ്പ് വീണ്ടും പൂട്ടിക്കാൻ ചില ഗൂഢാലോചനകൾ നടക്കുന്നതായി കേട്ടു. ഒട്ടും ഇത് ജനപിന്തുണയോടുകൂടി നടത്തുന്ന ഷാപ്പാ. ഇവിടുത്തെ വെള്ളം കൂടി മുട്ടിക്കാവുന്ന ആരേലും കരുതുന്നുണ്ടെങ്കിൽ അതങ്ങ് പൊട്ട ഷാപ്പിൽ പോയി പറഞ്ഞാ മതി. ഹോമിയോ ഡോക്ടർ ഭാർഗവൻ പിള്ള സാറ് ഈ ഷാപ്പ് പൂട്ടിക്കാൻ വേണ്ടി മാത്രമാ ഇലക്ഷന് നിൽക്കുന്ന സംസാരം. അങ്ങനെയാണോ? അയാളിങ്ങോട്ട് വരച്ചേ. മുതലാളി പേടിക്കണ്ട മുതലാളി. പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെന്ന് പറഞ്ഞ പോലെ കള്ളു കുടിക്കാത്തവർ വോട്ട് ചെയ്യട്ടെന്ന് നമ്മൾ പറഞ്ഞ വോട്ടെണ്ണയുമ്പോ തോക്കും ആ ഹോമിയോ ഡോക്ടർ. ഉള്ള കാര്യം തുറന്നു പറയുകയാണെങ്കിൽ ഈ ഹോമിയോ ഡോക്ടർക്കെതിർ സ്ഥാനാർത്ഥിയായി മുതലാളി തന്നെ മത്സരിക്കണം. അതാ അതിന്റെ ഒരു രീതി. ആണോ? ഇത്രയധികം കുടിയന്മാരുള്ള ഈ നാട്ടിൽ എന്നെ പോലൊരു സഹൃദയൻ മത്സരിക്കാതിരിക്കുന്നത് മഹാമണ്ഡത്തരമാണ്. എന്തായാലും ഈ ഷാപ്പ് നിലനിർത്തേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ്. അല്ല, ഞാൻ ഏത് ചിഹ്നത്തിൽ മത്സരിക്കും? അതെ, ഞാനൊരു ഇത്തിരി കൂടുതൽ സ്വത്ത് കാണിച്ചിട്ടുണ്ട്. കുഴപ്പമുണ്ടോ? എത്ര കാണിച്ചിട്ടുണ്ട്? 250 രൂപയും പിന്നെ ഈ കൈ കിടക്കണ മോതിരോ. ഓ, അത് കുഴപ്പമൊന്നുമില്ല. വലിയ വലിയ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും ഇതുപോലും ഇല്ലേ, അതുകൊണ്ട് ചോദിച്ചൊന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രയാ ആസ്തി? എനിക്കുള്ളതെല്ലാം വളരെ സത്യസന്ധമായി ഞാൻ കാണിച്ചിട്ടുണ്ട്. കള്ള് ചെത്താനുള്ള കുടവും പിന്നെ കലങ്ങളും വേണ്ട ഉപകരണങ്ങളും. പിന്നെ വായിക്കിടക്ക് നീ നാക്കും. നമസ്കാരം. 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 ഞാൻ കോമളവല്ലി, മാണിക്കശ്ശേരി പഞ്ചായത്തിലെ 30-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. എന്താ ചിഹ്നം? കുത്തുവിളക്ക്. ചന്തു ആരോമലിനെ കുത്തിയ ആ കുത്തുവിളക്കാണോ? ആ കുത്തുവിളക്ക് തന്നെ വേണമെന്ന് നിർബന്ധമാണോ? ആ കുത്തുവിളക്ക് എന്റെ വേണോ? ഇത് കലക്കും. കുടവും കുത്തുവിളക്കും സ്റ്റെതസ്കോപ്പും. മാണിക്കശ്ശേരിയിലാണ് ശരിക്കും അംഗം. എന്താന്നറിയില്ല, ദാഹം തന്നെ ദാഹം. വോട്ടെണ്ണ എത്തിയിട്ടേ ഉള്ളൂ. ഇത്ര നേരത്തെ ഇവിടെ വന്ന് കുത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. മിണ്ടി പോകരുത്. എല്ലാ കുഴപ്പവും ഉണ്ടാക്കി വെച്ചിട്ട് എനിക്കൊരു തുള്ളി ഉറങ്ങാൻ പറ്റണില്ല, ഒരിടത്ത് നിൽക്കാൻ പറ്റണില്ല. ദൈവമേ, ഈ ഓട്ടങ്ങാനെ എന്റെ ഈ കരുനാക്ക് വെച്ചൊന്നും പറയരുതേ. സുരേന്ദ്ര, എന്താ പുറത്തൊക്കെ കേക്കണേ? എനിക്ക് നെഞ്ചു വേദന എടുക്കണു. ഹൃദ്രോഗമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാ അവിടെ ഇരിക്കേ. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് പിള്ള സാർ ഒരു 226 വോട്ടിന് ജയിച്ചു. അപ്പൊ വോട്ട് എണ്ണി കഴിഞ്ഞ? അല്ല, ഞങ്ങളുടെയൊക്കെ ഒരു കണക്കും പ്രകാരം പിള്ള സാറ് ജയിച്ചു. അങ്ങനെ ജയിച്ച ചെണ്ടമേളം, താലപ്പൊലി, വെടിക്കെട്ട് ഇതൊക്കെ ആയിട്ടൊരു 2-2.5 ലക്ഷം രൂപ കൂടി മുടക്കണ്ടായിട്ട് വരും. 2.5 ലക്ഷം രൂപയാ ഈ പറയുന്ന കേട്ടതൊന്നും നമ്മളിപ്പോ കാശ് വെച്ചത്. പിള്ള സാറേ, സാറ് കാശൊന്നും തരണ്ട. സാറ് മെമ്പറായി കഴിഞ്ഞാൽ ആ വടക്കേ പാടത്തെ കലിങ്ങികളും റോഡും ഒക്കെ ടാർ ചെയ്യാനുള്ള കോൺട്രാക്ട് കിട്ടും. അതെങ്ങനെയാ? അതൊക്കെ സുരേന്ദ്രേട്ടൻ നോക്കിക്കോളും. ഞങ്ങൾ പോയി സൂത്രത്തിൽ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വരാം. ഈ മാല വേണ്ട. ഇതിപ്പോ പണ്ടാറങ്ങനായിട്ട്. നമസ്കാരം. നമസ്കാരം. ഇവരെന്തെങ്കിലും തിന്നാൻ പോവാണോ? ഈ പിശാശ് എപ്പോഴും മേക്കപ്പ് ചെയ്യാ. ഇതൊരു പൊതു സ്ഥലമല്ലേ, ശൃംഗരിക്ക് ഇതൊക്കെ വീട്ടിൽ വെച്ച് ആയിക്കോട്ടെ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ശ്രദ്ധിക്കുക. മാണിക്കശ്ശേരി പഞ്ചായത്തിലെ 30-ാം വാർഡിലെ ആദ്യ 2 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ദ്രവ്യൻ, ഡോക്ടർ ഭാർഗവൻ പിള്ള എന്നിവരെക്കാൾ കോമളവല്ലി 5 വോട്ടുകൾക്ക് മുന്നിലാണ്.
ശ്രദ്ധിക്കുക, മാണിക്യശ്ശേരിയിലെ ആകെയുള്ള 6 ബൂത്തുകളിൽ 4 ഫലം എണ്ണിക്കഴിഞ്ഞപ്പോൾ ശ്രീമതി കോമളവല്ലിയെ പിന്തള്ളിക്കൊണ്ട് എതിർ സ്ഥാനാർത്ഥി ഭാർഗവൻ പിള്ളയേക്കാൾ 25 വോട്ടുകൾക്ക് ശ്രീമാൻ ദ്രവ്യൻ മുന്നിലാണ്. കള്ളുകൂടിയന്മാരാരാണെന്ന് ഈ ഇലക്ഷൻ തെളിയിക്കും. ഇതൊരു പൊതുസ്ഥലമല്ലേ, ഒരിക്കൽ പറഞ്ഞല്ലേ ശൃംഗരിക്കരുതെന്ന്. ഇയാൾക്ക് എന്താ? ശ്രദ്ധിക്കുക, 5ാമത്തെ ബൂത്ത് എണ്ണിക്കഴിഞ്ഞിരിക്കുകയാണ്. എതിർ സ്ഥാനാർത്ഥി ദ്രവ്യനേക്കാൾ ഡോക്ടർ ഭാർഗവൻ പിള്ള 15 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. ആവേശം വേണ്ട, ഇനിയും എണ്ണാനുണ്ട്. ഇനി ഒരു ബൂത്ത് കൂടി ഉള്ളൂ, ഇപ്പൊ അറിയാം. പ്രത്യേക ശ്രദ്ധയ്ക്ക് 30ാം വാർഡിലെ 6 ബൂത്തുകളും എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. എതിർ സ്ഥാനാർത്ഥി ഡോക്ടർ ഭാർഗവൻ പിള്ളയേക്കാൾ 25 വോട്ടുകൾക്ക് ശ്രീമതി കോമളവല്ലി വിജയിച്ചിരിക്കുന്നു. നിങ്ങളോട് ഇത് എത്ര പ്രാവശ്യം പറയുന്നു, ഈ കൊഞ്ചലും കൊടികളൊക്കെ വീട്ടിൽ വെച്ച് പോരേന്ന്. മോശമല്ലേ? ഓ, തട്ടിപ്പോയി കാണും. ഇതുവരെ നിങ്ങൾ കേട്ടത് സാരംഗീവാദൻ. വായിച്ചത് വെള്ളം ചൂടാക്കിയത് മതി, എന്റെ മേലിപ്പോ എന്തൊഴിച്ചാലും നല്ല ചൂടാ. ഇലക്ഷനിൽ തോൽക്കുന്ന ആദ്യത്തെ ആളൊന്നും അല്ലല്ലോ ഭാർഗവേട്ടൻ. വില്ലാളി വീരൻ VS അച്യുതാനന്ദൻ വരെ ഇന്നാള് തോറ്റില്ലേ? അദ്ദേഹം എവിടെ കിടക്കണു, ഞാൻ എവിടെ കിടക്കണു? എന്തിനു പറയണു, ഇവിടെയുള്ള പാർട്ടികൾ രണ്ടും പല പ്രാവശ്യം കേരളം മുഴുവൻ തോറ്റ ചരിത്രം ഉണ്ടായിട്ടില്ലേ? അന്ന് ഈ രമേശ് ചെന്നിത്തലയും പിണറായി വിജയനൊക്കെ വെള്ളം ചൂടാക്കി കുളിച്ച് വീടിന്റെ പിന്നാമ്പുറത്ത് മാറിയിരുന്നില്ലല്ലോ, ഉണ്ടോ? എനിക്കറിയില്ല. എന്നാ കേട്ടോ, അവരൊക്കെ അപ്പൊ തന്നെ പറയും, പരാജയം ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇനി തെറ്റുതിരുത്തി മുന്നോട്ട് പോകും, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളെ കുറിച്ച് അന്വേഷിക്കുന്നൊക്കെ. എന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല, അത് നീയല്ലേ. അയ്യോ, ഈ കഴുത്തി കിടന്ന തുളസിമാല എവിടെ? അത് പോസ്റ്റർ അടിക്കാനാണെന്നും പറഞ്ഞ് ആ പുഷ്പം വാങ്ങിച്ചോണ്ട് പോയിട്ട് പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. ഈശ്വരാ, നീ ഒറ്റ ആള് കാരണം കൊണ്ടാ ഞാൻ ഈ കുഴിയിൽ വീണത്. എന്റെ പ്രശ്നം അതൊന്നുമല്ല, ആ പീഡിയക്കൽ സുരേന്ദ്രൻ 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് എന്നെ പീഡിപ്പിക്കുമെന്നാ. പിന്നെ 2 ലക്ഷം രൂപ അയാളും കൂടെ വരട്ടെ. ഭാർഗവേട്ട അതൊന്നും ഓർത്ത് പ്രയാസപ്പെടണ്ട. നമ്മളെല്ലാം ഇനി ആരെ നിർത്തിയാലും തോൽക്കേണ്ടവര് തോൽക്കില്ലേ? നമ്മളായിട്ട് പണം കൈപ്പറ്റിട്ടൊന്നുമില്ലല്ലോ. ഇല്ല. ഭാർഗവേട്ടന്റെ കൂടെ ഞാനില്ലേ, വരൂ കുളിക്കാം. എന്നാ കുളിക്ക, അതല്ലേ നല്ലത്. ഇബ്രാഹിം കുട്ടിക്ക് ഗൾഫിൽ നിന്ന് വന്നേ. ഉമ്മ, ഇത്താത്ത, ഇത്താത്ത, നമ്മുടെ ഉപ്പ വന്നു. സത്യമുള്ള നീ പറയണേ? ഇപ്പൊ എവിടെ എത്തും? കുട്ടി, ഇങ്ങളെ പുയ്യാപ്പിള വന്നു. എവിടെ വല്യമ്മ? വല്യമ്മ, അല്ലാ, എന്റെ റബ്ബേ. അവിടെ എങ്ങനെയുണ്ട് ചൂടാ? ചെന്ന് ഇറങ്ങുമ്പോ നല്ല തണുപ്പാണ്, പിന്നെ പണിയൊന്നും കിട്ടാതെ വരുമ്പോ നല്ല ചൂടായിരിക്കും. ആദ്യം കൊടുക്കാൻ പോകുന്ന ഒരു അടിയാ ഇത്രയും കാലം എന്നെ വിഷമിപ്പിച്ചതിന്. അതെ, ഒത്തിരി ഒരുക്കൊന്നും വേണ്ട കേട്ടോ. പെണ്ണ എവിടുന്ന്? ആരും തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ഇബ്രാഹിം കുട്ടിയുടെ ദോസ്താ, പൂക്കോയ. എന്റെ ഇബ്രാഹിം കുട്ടി എവിടെ? ഇബ്രാഹിം കുട്ടി വന്നില്ല. എനിക്കറിയാം അവൻ വരില്ലെന്ന്. ആ കള്ള ഹിമാറ്, എനിക്ക് ആരെയും കാണണ്ട. നിങ്ങൾ അവനോട് പോയി പറഞ്ഞേക്ക്, ഈ ഉമ്മാന്റെ മയ്യത്ത് മുഖം പോലും കാണാൻ അവന് കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞെന്ന്. അവൻ അവിടെ തന്നെ കിടന്നോട്ടെ, എനിക്ക് ആരെയും കാണണ്ട. അവിടെ തന്നെ കിടന്നോട്ടെ, എനിക്ക് കാണണ്ട. കാണണ്ട.
കൂടെ പോരാൻ നിന്നതാ. ഇവിടുത്തെ ഇളയാളുടെ നിക്കാഹ് ഉറപ്പിച്ചെന്ന് കേട്ടപ്പോ പൊന്നും പണവും എല്ലാം കൊണ്ടുവന്നിട്ട് മോളെ കൈപിടിച്ചു കൊടുക്കാൻ ഇവിടെ ഉണ്ടാകുമെന്ന് അദബിയോട് പറയാൻ പറഞ്ഞു. സാരില്ല, നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾക്കിതൊരു ശീല. ഇരിക്കെ, ഞാനൊരു സുലൈമാനി എടുക്കാം. ഓ ആ, നിങ്ങൾ ഇപ്പോഴും തലയിൽ വെച്ചോണ്ട് നിൽക്കണ, അത് താഴെ വെക്ക്. എന്താ ഇപ്പൊ നോക്കി നിക്കണേ? മക്കൾക്ക് ഉപ്പ തന്നു വിട്ട പൊന്നും പണവും അത്രയൊക്കെയാണ്. എടുത്തോളിൻ. എന്നാ ഓ ഉമ്മാന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേങ്കിൽ പെറ്റ തള്ളയുടെ മനസ്സ് ഇവിടെ ഉള്ളവരെക്കാൾ അറിയുന്നവരാ ഗൾഫിലെ മണ്ണിൽ ജോലിയെടുക്കുന്നവര്. ഉമ്മാനെ കുറിച്ച് പറയാത്ത ഒരു രാവ് പോലും ഇബ്രാഹിം കുട്ടിക്കില്ല. അവനവിടെ സുഖാണോ മോനെ? സുഖ, പിന്നെ മനപ്രയാസം. അത് ഞങ്ങൾ ഗൾഫുകാരുടെ ഒരു കൂടപ്പിറപ്പാണല്ലോ. ഉമ്മാക്കറിയോ, എളാമന്റെ മോൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് സീക്കോ 5ന്റെ വാച്ച് കൊടുത്തില്ല എന്നുള്ള ഒറ്റ വാശിയില ഉപ്പ ഇല്ലാത്ത പണം കടം വാങ്ങിച്ച് എന്നെ ഗൾഫിലേക്ക് അയച്ചത്. ആദ്യത്തെ വരവിന് മുമ്പേ ഉപ്പ മരിച്ചും പോയി. അതോടെ ഉത്തരവാദിത്തം മുഴുവനും എന്നിലായി. പിന്നെ ഈ കാണുന്ന പത്രാസൊക്കെ അതൊക്കെ വെറുതെയാ. ആ, ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പോയാ മതി. അല്ല, നല്ല കാര്യായി. ആദ്യം ഇബ്രാഹിം കുട്ടി വരട്ടെ, അത് കഴിയുമ്പോ കല്യാണത്തിനൊക്കെ ഞാനിവിടെ ഉണ്ടാവും. പിന്നെ ഉമ്മാന്റെ പിണക്കൊന്ന് മാറ്റാൻ വേണ്ടി ഞാൻ ഇരുന്നേ ഉള്ളൂ. എന്റെ പിണക്കമൊക്കെ മാറ്റി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇന്ന് കോഴി ബിരിയാണി തിന്നാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല.